നിലവുകൊണ്ട് ഉത്സവപ്പറമ്പുകളിലെ തലപ്പൊക്കത്തിലെ ചക്രവർത്തിയായി മാറിയ ഗജരാജനാണ് മംഗലം കുന്ന് കർണൻ. 1989 ബീഹാറിൽ നിന്നും നാണോ എഴുത്തച്ഛൻ ഗ്രൂപ്പിന് വേണ്ടി മനശ്ശേരി ഹരിയാണ് 25 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്ന കർണനെ കേരളത്തിൽ എത്തിക്കുന്നത്. കർണനെ ഇന്നത്തെ കർണനാക്കി മാറ്റിയതിലും താരതമ്യങ്ങളില്ലാത്ത തലയെടുപ്പിന്റെ ഉടമയാക്കി മാറ്റിയതിലും ഏറ്റവും കൂടുതൽ പങ്കുവച്ച ചട്ടക്കാരനാണ് പാറശ്ശേരി ചാമിയാശാൻ. അദ്ദേഹം പഠിപ്പിച്ച അടവുകളാണ് പിന്നീട് കർണൻ എന്ന കൊമ്പനെ ആനക്കേരളത്തിന്റെ ഇതിഹാസ ചക്രവർത്തിയാക്കി മാറ്റിയതും. ചാമിയാശാന്റെ പരിശീലന മുറകൾ ലഭിച്ച കർണന് പിന്നീട് ഉയർച്ചകളുടെ നാളുകളായിരുന്നു. തലപ്പൊക്ക മത്സരങ്ങളിൽ പല കുറി ജയങ്ങൾ കർണൻ സ്വന്തമാക്കി. പറവൂരിലെ ചക്കൊമശ്ശേരി തലപ്പൊക്ക മത്സരത്തിൽ തുടർച്ചയായി 9 വർഷം വിജയിയായിരുന്നു കർണൻ. അതുപോലെ തന്നെ ഇത്തിത്താനം ഗജമേളയിലും ചെറായി പൂരത്തിലും കർണനായിരുന്നു ഒന്നാമത്. ഇതിൽ മത്സരിച്ചത് മുഴുവൻ കേരളത്തിലെ ആനക്കേമന്മാരോടായിരുന്നുവെന്നത് മറ്റൊരു സത്യം. 2000 ഇത്തിത്താനം ഇളംകാവിലമ്മയുടെ തിരുമുറ്റത്ത് ദേവിയുടെ തങ്കത്തിടമ്പിനു വേണ്ടി എഴുത്തച്ഛൻ സൂര്യനും ആതിര രാജശേഖരനും ശിരസുയർത്തി. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അമ്പലംകോടി യുവജന സമാജം എഴുന്നള്ളിച്ച സൂര്യൻ തിടമ്പു നേടി. രാജശേഖരനെ കൊണ്ടുവന്ന മലംകുന്നം അയ്യപ്പ ഭജന സമിതി നിരാശരാവുകയും ചെയ്തു. മത്സരിച്ച് തിടമ്പ് നേടുക എന്നത് ആനകളെ പങ്കെടുപ്പിക്കുന്ന വിഭാഗങ്ങളുടെ അഭിമാന പ്രശ്നമായതിനാൽ ഉയരപ്പെരുമയുടെ വീരന്മാരെയും തലയെടുപ്പിന്റെ തലതൊട്ടപ്പന്മാരെയും പിന്നീടുള്ള വർഷം ഇറക്കാൻ ഇരു വിഭാഗങ്ങളും തീരുമാനിച്ചു. മലക്കുന്ന സമിതി തങ്ങളുടെ ഭാഗത്തിനു വേണ്ടി ഏകഛത്രാപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഭഗവതിയുടെ തിടമ്പിന് വേണ്ടി മത്സരിപ്പിക്കാൻ ഉറപ്പിച്ചു. രാമചന്ദ്രന് ഒരു എതിരാളിയെ തിരഞ്ഞിറങ്ങിയ അമ്പലംകോടി സമാജം പോരാട്ട വീര്യമുള്ള കർണനെ ആ ദൗത്യമേൽപ്പിച്ചു. വൈകാതെ ഇത്തിത്താനത്തിന്റെ മണ്ണിൽ കാൽവെച്ച് രാമൻ ഇറങ്ങി. രാമന്റെ ഉയരവും ഐശ്വര്യവും എല്ലാം കണ്ട ജനങ്ങൾ ഹർഷാരവങ്ങൾ മുഴക്കി. പിന്നീടായിരുന്നു കർണന്റെ ഊഴം. തിളങ്ങുന്ന കണ്ണുകളും തേജസ്സുള്ള രൂപവുമായി കർണനെത്തി. പക്ഷേ ആദ്യമായി കർണനെ കണ്ട ആളുകൾ നെറ്റിച്ചൊളിച്ചു. ഇത്രയേറെ ഉയരമുള്ള ആനകൾ ഉള്ളപ്പോൾ കർണൻ എന്ത് ചെയ്യാനെന്നായിരുന്നു എല്ലാവരുടെയും സംശയം. രാമൻ തന്നെ വിജയ് എന്ന് മത്സരം തുടങ്ങും മുമ്പേ എല്ലാവരും വിധിയെഴുതി. മത്സരം തുടങ്ങി ഏറ്റവും ഉയരക്കാരനായിരുന്ന രാമൻ ശിരസുയർത്തി. ആളുകൾ ആർപ്പ് വിളിച്ചു. അധികം വൈകാതെ അമരങ്ങൾ രണ്ടും പിറകിലൂന്നി നടയുറപ്പിച്ച് സൂര്യപുത്രൻ കർണനും. ആളുകൾ ഞെട്ടി. കർണൻ ഇപ്പോൾ നിൽക്കുന്നത് രാമനൊപ്പമാണ്. ഏതൊരു കൊടികെട്ടിയ ഉയരക്കേമന്മാരെയും നിഷ്പ്രഭമാക്കാനുള്ള നിലവെന്ന കഴിവ് അതാണ് അവിടെ പ്രകടമായത്. സമയം കഴിഞ്ഞിട്ടും വാശിയോടെ തലയുയർത്തി നിന്ന 2 പേരിൽ നിന്നും വിജയിയെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം. സമനിലയായിരുന്നു ഫലം. എങ്കിലും ഒരാനയ്ക്ക് തിടമ്പ് നൽകാനാകൂ എന്നതിനാൽ ഇളംകാവിലമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിൽ രാമൻ വിജയിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. വലത്തെ കൂട്ടായി കർണനും.